സെക്രട്ടറി, ആമാശയ മോഹികളായ കാരന്തൂരിയൻ ആത്മീയ വാണിഭക്കാർക്കും പതിറ്റാണ്ടുകളോളം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും തൗഹീദ് തിരിയാതെ തെരുവിൽ തമ്മിലടയ്ക്കുന്ന ബിദ്അഇകൾക്കും കനത്ത താക്കീതായി മാറുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് അവരുടെ വളർച്ച മുരടിപ്പിച്ച മുസ്ലിം മുഖ്യധാരയുടെ നായകൻ സൈനുൽ ഉലമ ചെറുശ്ശേരി പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷന് വേണ്ടി സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله خير الأسماء في الأرض والسماء. الحمد لله حمدا يوافي نعمه ويكافئ مزيدا. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق. والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العظيم. آفة الدين ثلاثة: فقيه فاجر وإمام جائر ومجتهد جاهل وصدق رسوله الكريم. ഒന്നിരായ ഉദ്ഘാടകൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ, മറ്റിവിടെ പങ്കെടുത്ത സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത ഉലമാക്കളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ഉമറാക്കളെ, സമസ്തയുടെ പ്രവർത്തകരായ സഹോദരന്മാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. ഇതിന് പ്രവർത്തിച്ച് കളമൊരുക്കി അധ്വാനിച്ച് ധനം കൊണ്ടും ദേഹം കൊണ്ടും സഹായം നൽകി വമ്പിച്ചൊരു ജനം ഇവിടെ കൂട്ടാൻ പ്രവർത്തിച്ച സകല ആളുകളുടെയും പ്രവർത്തനം റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അത് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അറഫ സമ്മേളനത്തിന് സമാനമായ ഇങ്ങനെയുള്ള ഒരു സമസ്തക്കല്ലാതെ കഴിയുകയില്ല എന്ന് തൻ്റെ ഉള്ളവർക്ക് ഇനിയും മനസ്സിലാക്കാനായിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആമീൻ വളരെ വിലപ്പെട്ടതാണ്. കാരണം എത്രയോ ലക്ഷങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കപ്പെടുന്ന പ്രാർത്ഥന പല ആളുകളും നമ്മുടെ പ്രവർത്തകർക്കൊക്കെ പല വിഷയത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളെയും അവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. ഇനി സമസ്തയുടെ വാർഷികം വരുമ്പോൾ നമ്മളിൽ നിന്ന് ആർക്കെല്ലാം പങ്കെടുക്കാൻ കഴിയും, എന്തെല്ലാം എന്ന് റബ്ബുൽ ഇസ്സത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ആ സമ്മേളനം
സമ്മേളനത്തിലും നമുക്കൊക്കെ പങ്കെടുക്കാൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. നമ്മളെ വിരോധികളെല്ലാം അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. സമസ്തക്ക് പല വിരോധമുണ്ട്. സമസ്തക്ക് എന്ന് മാത്രമല്ല, നമ്മുടെ രേഖകളിൽ ഏത് വ്യക്തിക്കും ഏത് സമൂഹത്തിനും വിരോധികളുണ്ട് എന്നാണ് ഹദീസ് ശരീഫ് പഠിപ്പിക്കുന്നത്. ലികുല്ലി ഉമ്മത്തിൻ ഫിറഔൻ ഉമ്മത്തി അബൂജഹൽ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഏത് സമൂഹത്തിനും ഏത് വ്യക്തികൾക്കും വിരോധികളുണ്ട്. ചെറിയ ആളുകൾക്ക് ചെറിയ വിരോധി, ഇടത്തരക്കാർക്ക് അതിനനുസരിച്ചുള്ള വിരോധി, വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ സംഘടനക്ക് അതിന് വിരോധി. ഇങ്ങനെ വ്യക്തിയുടെയും സംഘടനയുടെയും സ്ഥാനം, അവർക്കുള്ള ശക്തി അതനുസരിച്ചാണ് ഉണ്ടാവാർ എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഒരു നിലക്ക് അത് ഒരു നിഅമത്തുമാണ് എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. കാരണം ഇങ്ങനെ എതിരാളികളില്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു കുത്തായ്വ് വരും. ഉദാഹരണമായിട്ടൊരു കമ്മിറ്റി, ഒരു മഹല്ലത്ത് ഭരിക്കണ കമ്മിറ്റി, അതിന് അവിടെ എതിരുകൾ ഈ ഭരിക്കുന്ന ആളുകൾക്ക് നല്ല ചിട്ടയിലും ശ്രദ്ധയിലും ഭരിക്കാനുള്ള ഒരു പ്രേരണയാവുമല്ലോ. അന്നലക്ക് അത് വലിയൊരു നിയമത്ത് തന്നെയാണ്. അങ്ങനൊന്നും ഇല്ലെങ്കിൽ അത് കുത്തഴിഞ്ഞു പോകില്ലേ. അപ്പോൾ ഒരു നിലക്ക് ഈ യഥാവത്ത് അത് നിയമത്താന്ന് അതിനെ മഹാന്മാർ പറഞ്ഞു. ഏതായാലും ഏതാക്കും ഉണ്ടാവും. ഏത് ചെറുപ്പക്കാരനും നിസ്സാരക്കാരനും ഏത് വല്യോനും അനുസരിച്ച് അവൻ്റെ വെയിറ്റ് അനുസരിച്ച് അവന് എതിരാളി ഉണ്ടാവും. അപ്പോൾ സമസ്തക്ക് വലിയ എതിരാളി വേണം. സംഘടന സമസ്തയുടെ എതിരാളികൾ രണ്ട് നിലയ്ക്ക് വിഭജിക്കാൻ കഴിയും. ഒന്ന് ആദർശ വിരോധികൾ, ആദർശപരമായ വിരോധികൾ. മറ്റൊന്ന് സംഘടനാ വിരോധികൾ. ഈ രണ്ട് സൈസും സമസ്തക്കുണ്ട്. അല്പസ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തും. കാരണം കുറേ സമയമായി. ഇനിയും നല്ല പ്രഗത്ഭന്മാരായ നമ്മളെ പിന്നുണ്ട്. അവർ സൗകര്യത്തിന് വേണ്ടി മുഖ്യപ്രമാണ ചെറിയ തോതിൽ മുഖ്യപ്രഭാഷണം കൈകാര്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആദർശപരമായ വിരോധികൾ ഉണ്ടായത് കാര്യം സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ഉണ്ടായത്. ആദർശപരമായ വിരോധികൾ പുത്തനാശയക്കാര്, ജമാഅത്തെ ഇസ്ലാമി, മൗദി തുടങ്ങിയുള്ള കക്ഷികൾ അത് ആദർശപരമായിരിക്കുന്ന എതിരാളികളാണ്. അവരൊക്കെ ചില പ്രത്യേക ഹദീസുകൾ തന്നെയാണ്. ഒന്ന്, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം പുണ്യ നബി പറഞ്ഞ ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോവുകയാണ്. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് വലാലിയത്ത് വരൂല. അങ്ങനത്തെ രണ്ട് കാര്യം ഞാൻ ഒഴിച്ചിട്ട് പോകുന്നു. കിതാബല്ലാഹി വ സുന്നത്ത് റസൂലിഹി, അള്ളാഹുവിൻ്റെ കിതാബും നബിയുടെ ചര്യയും. ആ രണ്ട് കാര്യം ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോവാൻ, ഞാൻ മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിടികാരായി രണ്ട് വസ്തു ഞാൻ ഇവിടെ ഒഴിച്ചിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ ശരിക്ക് പിടിച്ചു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലാലിയത്ത് വരൂല. ഇത് അവരും ഓതുന്ന ഹദീസ് തന്നെയാണ്, നമ്മളും ഓതും വേണം നമുക്ക്. ഈ ഹദീസിനെ പറ്റിയല്ല തർക്കം, ഇതിൻ്റെ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനും ഹദീസും പിടിച്ച് നടക്കണം. എങ്ങനെയാണ് പിടിച്ച് നടക്കൽ എന്നതിലാണ് അഭിപ്രായ വ്യത്യാസം.
പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഞങ്ങൾ മൗദൂദി സാഹിബും മുത്തനാശയക്കാരും ഒക്കെ പറയുന്നത് ഹോജാക്കന്മാരെ ഞങ്ങൾ കുടിച്ചൂല, ഞങ്ങൾക്ക് കുടിക്കാനുള്ളത് ഖുർആൻ ഹദീസാണ്, അങ്ങനെ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഹോജാക്കന്മാരെന്ന് പറയും ഒരു പരിഹസിച്ചിട്ട് നമ്മൾ പറയും മഹാന്മാരെ പിടിക്കാനാവൂല. ഹോജാക്കന്മാർ നിങ്ങൾ പറയണ ഹോജ പറഞ്ഞ് ഞങ്ങൾ കേൾക്കൂല. ഖുർആൻ ഹദീസ് എന്ത് പറഞ്ഞു അതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അടിമ എന്താന്ന് ചെയ്യണ് അത് അള്ളാഹ് മുമ്പ് അറിയില്ല. മറിച്ച് അടിമ അത് ചെയ്യുന്ന നേരത്ത് മാത്രമാണ് അതിനെക്കുറിച്ച് അള്ളാഹുവിന് വിവരമുണ്ടാവുകയുള്ളൂ. ഒരു അടിമ എന്താ ചെയ്യണം അപ്പോഴേ അള്ളാഹ്ക്ക് അറിയുള്ളൂ, അതിന് മുമ്പ് പങ്കെടുത്ത് ചെയ്യുന്ന അള്ളാഹ്ക്ക് അറിയില്ല. തഫ്സീർ തഫ്സീർ ഹൈറാൻ ഹുസൈൻ അലി ഇയാളതാണത്. ശൈത്താനും മലക്കിൽ മൗത്തിനും നബിയേക്കാൾ ഇൽമുണ്ട്. അൽ ബറാഹീനുൽ ഖാത്തിഅ 51-52. ഖലീൽ അഹമ്മദ് സഹാറൻപൂരി എന്നെ അമ്പേഷവിയർന്നു. നിസ്കാരത്തിൽ നബി നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ നബിയെ ഓർക്കുന്നത് കാളയെയും കഴുതയെയും ഓർക്കുന്നതിനേക്കാളും വളരെ മോശമാണ്. സിറാത്തുൽ മുസ്തഖീം 86. ഇസ്മായിൽ ദഹ്ലവി അത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗുണ്ട്, അതുണ്ടാക്കിയ ആള് ഷാ വലിയുല്ലാഹി ദഹ്ലവി, അയാളെ മകന്റെ മകനാണ് ഇസ്മായിൽ ദഹ്ലവി. മകൻ അബ്ദുൽ ഖൈന, അവരൊക്കെ നല്ല ആളുകളാണ്. ഈ പേരക്കുട്ടി പറഞ്ഞതാണ് നിസ്കാരത്തിൽ നബിയെ ഓർക്കുന്നത് കാളയെയും കഴുതയെയും ഓർക്കുന്നതിനേക്കാളും വളരെ മോശമാണ്. ഇതൊന്നും ഇപ്പോൾ ഒരു പക്ഷേ എന്ന് നടക്കുന്ന തബ്ലീഗുകാർ മനസ്സിലാക്കിക്കോണമെന്നില്ല. പക്ഷെ നമ്മക്ക് അവരെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളം മേലെ ഇതൊന്നും ഇപ്പോൾ കണ്ടോണമെന്നില്ല. മൗലൂദ് കൊന്ന പോലെ ഒന്നുമില്ല ഇപ്പോൾ തബ്ലീഗുകാരും. മയ്യത്തിന് വേണ്ടിയുള്ള ഖുർആനോത്ത് ദുആ ഉല്ലേഖിച്ചില്ല. നമ്മളെ കാഴ്ചയിലുള്ള നിങ്ങൾ കണ്ടുകൊണ്ടത് ബലികാർ ഒരൊറ്റ ചേർത്ത് ഞാൻ അമ്പറത്തൊരു പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മൗലിദിന്റെ അർത്ഥാനം ഒരു പറയണ്ട. മൗലിദാഘോഷവും മയ്യത്തിന് വേണ്ടിയുള്ള ഖുർആനോത്തും ദുആയും കാഫിരീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ആചാരമാകുന്നു. ഫതാവ അഷ്റഫി